കഴിഞ്ഞ 5 വർഷത്തിനിടെ കുണ്ടറയിൽ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് LDF സ്ഥാനാർത്ഥി SL സജികുമാർ. ഇല്ലാത്ത വികസന പത്രിക ഇറക്കി പാട്ടും പാടി പോകാമെന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ ധാരണ. കുണ്ടറ ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും സജികുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാർ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. മത്സരം അവസാനത്തെ ലാപ്പിലേക്ക് കടക്കുകയാണ്. ഒരു ദേശീയ നേതാവാണ് UDFനായി മത്സരിക്കുന്നത്. അങ്ങ് ഇവിടെയുള്ള ഒരു പ്രാദേശിക, എനിക്ക് തോന്നുന്നു 10-33 വർഷമായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു മത്സരത്തിന് അവസാന ലാപ്പിലേക്ക് എത്തുന്നത്? വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ. ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് 43 വർഷം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നതാണ്. ഇവിടെ ഒരു പരിചയപ്പെടുത്തലും വേണ്ട, ഓരോരുത്തരെയും നേരിട്ട് പേരെടുത്ത് എനിക്ക് വിളിക്കാൻ കഴിയുന്നതാണ്. അതിനേക്കാൾ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. പിന്നീട് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, 5 വർഷക്കാലം ഈ കേരളത്തിൻ്റെ മുന്നേറ്റത്തോടൊപ്പം മുന്നേറാൻ കഴിഞ്ഞില്ല കുണ്ടറയ്ക്ക് എന്നുള്ളത് വലിയ ദുഃഖസത്യമായിട്ട് നിൽക്കുകയാണ്. ഒരു കാര്യം പോലും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്. അതിനകത്ത് മേഴ്സിക്കുട്ടി മുസാവ് 1400 കോടി രൂപയുടെ വികസന പദ്ധതിയുടെ യാഥാർത്ഥ്യമാക്കുക. അതിനകത്ത് ചിലത് കോപ്പി അടിച്ച് ഇറക്കിയിരിക്കുകയാണ്. 600 കോടി രൂപയുടെ വികസനമെന്നാണ് ഞാനും ആ ലീഫ്ലെറ്റ് വായിച്ചിരുന്നത്. അത്തരമൊരു വികസനം 21 കോടി രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് കുറേ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് രസകരം. ആദ്യമൊക്കെ രക്ഷപ്പെടാൻ നോക്കി, പാട്ടും പാടി പോകാൻ നോക്കി. ചോദിക്കുമ്പോൾ അരി എത്ര നോക്കുമ്പോൾ വേറെ ഞാൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാണ്. ഇപ്പോഴാണ് ഇത് വീണ്ടും പറഞ്ഞേ മതിയാവുന്നൊരു ഘട്ടം എത്തിയപ്പോഴേക്ക് പറഞ്ഞു, ഞാനൊരു പ്രതിപക്ഷ MLA, എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു തുടങ്ങി. കുടിവെള്ള പ്രശ്നത്തിന് പോലുള്ള ഒരു ആ ഉദ്യോഗസ്ഥർ, ഞങ്ങളുടെ കുടിവെള്ള ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഇടതുപക്ഷത്തിന് നല്ല ആത്മവിശ്വാസമാണ്, നല്ല രാഷ്ട്രീയ കാലാവസ്ഥയാണ്. ഒരു മുഖം പോലും നിറയാത്ത പുഞ്ചിരികളില്ല. അത്ര ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ഈ കശുവണ്ടി മേഖലയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രചാരണമായത്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ളത് കുണ്ടറ മണ്ഡലത്തിലായി. എന്തായാലും ഇനി കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടി കഴിഞ്ഞ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊരു പ്രചരണം കൂടെ ഉണ്ട്. അതാണ് നമുക്ക് വളരെ ഗുണകരമായി വന്നിട്ടുള്ളത്. കാര്യം കശുവണ്ടിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവിടെ അതിന്റെ മുന്നിലേക്ക് പോകാനായിട്ട് 500 കോടി രൂപയുടെ പാക്കേജ് വേണം എന്ന് പറഞ്ഞ് പോകാനായിട്ട് ഈ MLA മാരെ അടക്കം ക്ഷണിച്ചു. കോൺഗ്രസ് സഹകരിച്ചതേയില്ല, പ്രതിപക്ഷം സഹകരിച്ചതേയില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വകാര്യ ഫാക്ടറികളിലെ തൊഴിലാളികളുടെ ESIയും PF അടക്കം അടയ്ക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നു. കശുവണ്ടിയിൽ ചെയ്യാവുന്നതിലപ്പുറം താങ്ങി നിർത്താൻ കഴിയുന്നതൊക്കെ ഗവൺമെന്റ് ചെയ്തു. തൊഴിലാളിക്ക് ഇത് ബോധ്യമുള്ളതാണ്. ഈ 3ാം ഘട്ടം അവസാനിക്കാറാവുന്നു. ഇപ്പം പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകാൻ പോകുന്നു. എന്തായാലും 100% മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും മണ്ഡലം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എൻ്റെ ജീവിതാനുഭവം വെച്ചുകൊണ്ട്, ഞാൻ ജനപ്രതിനിധിയായപ്പോഴെല്ലാം ചെയ്ത കാര്യങ്ങളുണ്ട്. അതുകൂടി വെച്ചുകൊണ്ട് ഈ കുണ്ടറയെ നേട്ടങ്ങളുടെ നിറയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് വോട്ടർമാരോട് ഉറപ്പ് കൊടുക്കാനുള്ളത്. എന്തൊക്കെയാണോ കുറവുകൾ, എന്തൊക്കെയാണ് തലച്ചോറ് കൊണ്ട് മാത്രമുള്ള പ്രവർത്തനമല്ല, ഹൃദയം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, തലച്ചോറിനെയും ഹൃദയത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ട എല്ലാ മാറ്റങ്ങളും നേട്ടങ്ങളുടെ നിറയിൽ ഈ കുണ്ടറ എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരാണ്. ഇന്നതെന്നുള്ളതല്ല, എനിക്ക് അതിൻ്റെ അനുഭവമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോഴും എല്ലാം നേട്ടങ്ങളുടെ നിറയിലാണ്. കയർഫെഡിന് ചെയർമാനായിരുന്നപ്പോൾ രാഷ്ട്രപതിയുടെ അടക്കം അവാർഡ് വാങ്ങിച്ചതാണ്. ഉമ്മൻചാണ്ടി സാറാണ് എനിക്ക് 10 ലക്ഷം രൂപയുടെ അവാർഡ്, ആരോഗ്യമുള്ള പുരസ്കാരം. ഉമ്മൻചാണ്ടി സാറും 6 മന്ത്രിമാരുടെ സ്ഥാനത്തിൽ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമില്ല. എന്തായാലും 100% വിജയപ്രതീക്ഷയിലാണ് SL സജികുമാർ. അതായാലും പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. കശുവണ്ടി ഫാക്ടറികളിലെ അടക്കം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.